സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, നമ്മൾ എന്നും പറയുന്ന നിത്യത്തിൽ ഉപയോഗിക്കുന്ന 60 വാക്യങ്ങളാണ്. ഇതിൻ്റെ ഒരു സീരീസ് നമ്മൾ ചെയ്താണ്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നത് 1000 ലൈക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. നമുക്ക് ശ്രദ്ധിക്കാം. ബാലിസം കാണിക്കരുത്. ഡോണ്ട് ബി ചൈൽഡിഷ്, ഡോണ്ട് ബി ചൈൽഡിഷ്, ഡോണ്ട് ബി ചൈൽഡിഷ്. എന്നെ 4 മണിക്ക് വിളിക്കാമോ? പ്ലീസ് വേക്ക് മീ അപ്പ് അറ്റ് 4. Please wake me up at 4. Please wake me up at 4. അവനെ വിളിക്കരുത്. Don't wake him up. Don't wake him up. Don't wake him up. അവൻ രാത്രിയിലാണ് കുളിക്കുന്നത്. He takes bath at night. He takes bath at night. He takes bath at night. ഇവിടെ അവനായതുകൊണ്ടാണ് takes വന്നത് അല്ലേ? ഞാനാണെങ്കിലോ I take bath at night. അവർ ആണെങ്കിലോ they take bath at night. അവൻ വെറും ഒരു പാവയാണ്. അവൻ ഒരു അധ്യാരമില്ല, ഒന്നുമില്ല. അവൻ ചുമ്മാ അവിടെ ഇരിക്കുന്നുള്ളൂ. ഹീസ് ജസ്റ്റ് എ പപ്പറ്റ്. ഹീസ് ജസ്റ്റ് എ പപ്പറ്റ്. ഹീസ് ജസ്റ്റ് എ പപ്പറ്റ്. ആരാണ് എൻ്റെ പേഴ്സ് എടുത്തത്? ഹൂ ഹാസ് ടേക്കൺ മൈ പേഴ്സ്? ഹൂ ഹാസ് ടേക്കൺ മൈ പേഴ്സ്? ഹൂ ഹാസ് ടേക്കൺ മൈ പേഴ്സ്? നീ അവനെ കണ്ടായിരുന്നോ? ഹാവ് യു സീൻ ഹിം? ഹാവ് യു സീൻ ഹിം? ഹാവ് യു സീൻ ഹിം? അവനെ വിശ്വസിക്കരുത്. ഡോണ്ട് ട്രസ്റ്റ് ഹിം. ഡോണ്ട് ട്രസ്റ്റ് ഹിം. ഡോണ്ട് ട്രസ്റ്റ് ഹിം. അതെന്താ അങ്ങനെ? വൈ ഈസ് ഇറ്റ് സോ? വൈ ഈസ് ഇറ്റ് സോ? വൈ ഈസ് ഇറ്റ് സോ? അവൻ എൻ്റെ സഹപ്രവർത്തകനാണ്. ഹീസ് മൈ കൊളീഗ്. ഹീസ് മൈ കൊളീഗ്. ഹീസ് മൈ കൊളീഗ്. ഞാനിത് വിശ്വസിക്കില്ല. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഇവിടെ വേദന. ഇറ്റ്സ് പെയിനിങ് ഹിയർ. ഇറ്റ്സ് പെയിനിങ് ഹിയർ. ഇറ്റ്സ് പെയിനിങ് ഹിയർ. ഈ മരുന്ന് കഴിക്കുക. പ്ലീസ് ടേക്ക് ദിസ് മെഡിസിൻ. പ്ലീസ് ടേക്ക് ദിസ് മെഡിസിൻ. പ്ലീസ് ടേക്ക് ദിസ് മെഡിസിൻ. ആ ഡോക്ടറിനെ ഒന്ന് വിളിച്ച് പ്ലീസ് റിങ് അപ്പ് ദ ഡോക്ടർ. പ്ലീസ് റിങ് അപ്പ് ദ ഡോക്ടർ. പ്ലീസ് റിങ് അപ്പ് ദ ഡോക്ടർ. എനിക്ക് ഉറക്കം വരുന്നു. ഐ എം ഫീലിംഗ് സ്ലീപ്പി. ഐ എം ഫീലിംഗ് സ്ലീപ്പി. ഐ എം ഫീലിംഗ് സ്ലീപ്പി. ആ കത്തി ഇങ്ങനെ. പ്ലീസ് ഹാൻഡ് മീ ദാറ്റ് നൈഫ്. പ്ലീസ് ഹാൻഡ് മീ ദാറ്റ് നൈഫ്. പ്ലീസ് ഹാൻഡ് മീ ദാറ്റ് നൈഫ്. ഇനി വേറെ രീതിയിൽ ഇങ്ങനെ വേണം പറയാം. പ്ലീസ് പാസ് ദാറ്റ് നൈഫ് എന്ന് പറയാം. പ്ലീസ് പാസ് ദാറ്റ് നൈഫ്. ഇപ്പോൾ ആ കറി ഇങ്ങോട്ട് പാസ് ചെയ്യാൻ അങ്ങനെ പ്ലീസ് പാസ് ദാറ്റ് കറി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മളിതിപ്പോൾ പഠിക്കുമ്പോഴേ അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കുകൾ മാറ്റിയിട്ട് അടുത്ത സെൻറ്റൻസ് ആയി അല്ലേ? ആരെയും തുറച്ചു നോക്കരുത്. ഡോണ്ട് സ്റ്റെയർ അറ്റ് എനി വൺ. പ്ലീസ് ഡോണ്ട് സ്റ്റെയർ അറ്റ് എനി വൺ. പ്ലീസ് ഡോണ്ട് സ്റ്റെയർ അറ്റ് എനി വൺ. അതെൻ്റെ കാർ ആയിരുന്നു. ദാറ്റ് വാസ് മൈ കാർ. ദാറ്റ് വാസ് മൈ കാർ. ദാറ്റ് വാസ് മൈ കാർ. ഞാൻ നിന്നോട് ചോദിച്ചായിരുന്നോ? ഡിഡ് ഐ ആസ്ക് യു? ഡിഡ് ഐ ആസ്ക് യു? ഡിഡ് ഐ ആസ്ക് യു? വിൻസെൻ്റ് എന്താണ് പണി? വാട്ട് ഡസ് വിൻസെൻ്റ് ഡു? ജോലി എന്താണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡസ് വിൻസെൻ്റ് ഡു? വാട്ട് ഡസ് വിൻസെൻ്റ് ഡു? എനിക്ക് മനസ്സിലായി. ഐ അണ്ടർസ്റ്റുഡ്. ഐ അണ്ടർസ്റ്റുഡ്. ഐ അണ്ടർസ്റ്റുഡ്. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. ഈസ് എവറിഥിങ് ഓക്കെ? ഈസ് എവറിഥിങ് ഓക്കെ? ഈസ് എവറിഥിങ് ഓക്കെ? ഞാനിതുവരെ ഒരുങ്ങിയില്ല. ഐ എം നോട്ട് എറ്റ് റെഡി. ഐ എം നോട്ട് എറ്റ് റെഡി. ഐ എം നോട്ട് എറ്റ് റെഡി. നീ ജ്യൂസ് കുടിക്കുമോ? ഡു യു ഡ്രിങ്ക് ജ്യൂസ്? Do you drink juice? Do you drink juice? Do you drink juice? അവൻ ജ്യൂസ് കുടിക്കുമോ? Does he drink juice? Does he drink juice? I am a vegan, not just vegetarian. ഓക്കെ, ഇനി ഡിഫറൻസ് പറഞ്ഞുതരാം. എന്താണ് വീഗൻ എന്ന് പറഞ്ഞാൽ? വീഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു സാധനവും കഴിക്കാത്തവരാണ് വീഗൻ. പക്ഷേ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാല് കുടിക്കും അല്ലേ? പാലെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വരുന്നത്? പാൽ പശുവിൻ്റെ പാലാണല്ലോ, അല്ലെങ്കിൽ എരുമയുടെ പാലാണല്ലോ. അത് മൃഗത്തിൽ നിന്നും വരുന്നതാണ് അല്ലേ? മൃഗത്തിൽ നിന്നും വരുന്ന ഒരു സാധനം കഴിക്കാത്തവരാണ് വീഗൻ. അതാണ് വീഗൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ. എന്താണ്? മൃഗമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനങ്ങളില്ല. പാല്, തൈര്, ഇങ്ങനത്തെ ഒന്നുമില്ല. പ്യുവർ ആയിട്ട് എന്താണ് സസ്യങ്ങളിൽ നിന്ന് വരുന്ന കഴിക്കുന്നവരാണ് വീഗൻ. പക്ഷേ വെജിറ്റേറിയൻസ് എങ്ങനെയാണ്? അവർ പാലൊക്കെ കുടിക്കും അല്ലേ? അല്ലെ തൈരൊക്കെ കഴിക്കും. അവരുടെ മെയിൻ സാധനം തന്നെ തൈരായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് വെജിറ്റേറിയൻ. അപ്പോൾ ഞാൻ എന്താണ് പറയുന്നത്? ഐ എം എ വീഗൻ, നോട്ട് ജസ്റ്റ് വെജിറ്റേറിയൻ. ഐ എം എ വീഗൻ, നോട്ട് ജസ്റ്റ് വെജിറ്റേറിയൻ. ഓക്കെ, ശ്രദ്ധിക്കുക, പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. വീഗൻ എന്നാണ് പറഞ്ഞത്. ഐ എം എ വീഗൻ, നോട്ട് ജസ്റ്റ് വെജിറ്റേറിയൻ. അവൻ എന്താണ് എടുത്തത്, അല്ലെങ്കിൽ അവൻ എന്താണ് പ്രതിഫലം വാങ്ങിച്ചത് എന്നൊക്കെ അങ്ങനെ നമുക്ക് ചോദിക്കാം. വാട്ട് ഡിഡ് ഹി ടേക്ക്? ഓക്കെ, എന്താണ് എടുത്തതെന്നുള്ളൊരു അർത്ഥമുണ്ട്. ഇനി എടുക്കുക എന്നുള്ളത് പോലെ തന്നെ അവൻ എത്ര വാങ്ങിച്ചു എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? വാട്ട് ഡിഡ് ഹി ടേക്ക്? അവിടെ പ്രതിഫലമാണല്ലേ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡിഡ് ഹി ടേക്ക്? വാട്ട് ഡിഡ് ഹി ടേക്ക്? ഈ ഭക്ഷണം അവന് വളരെ ഇഷ്ടപ്പെടും. ദിസ് ഫുഡ് വിൽ മേക്ക് ഹിം ഹാപ്പി. ദിസ് ഫുഡ് വിൽ മേക്ക് ഹിം ഹാപ്പി. ദയവായിട്ട് എന്നെ ഒന്ന് മനസ്സിലാക്കുക. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ.
Please try to understand me. Please try to understand me. അവൻ ആവശ്യമുള്ള സമയം എടുത്തോട്ടെ. ലെറ്റ് ഹിം ടേക്ക് ഹിസ് ടൈം. ലെറ്റ് ഹിം ടേക്ക് ഹിസ് ടൈം. അല്ലെങ്കിൽ ലെറ്റ് ഹിം ടേക്ക് ഹിസ് ഓൺ ടൈം എന്ന് വേണമെങ്കിലും പറയാം. ലെറ്റ് ഹിം ടേക്ക് ഹിസ് ടൈം. ഇത് നിൻ്റെ അല്ല. ദിസ് ഇസ് നോട്ട് യുവേഴ്സ്. ദിസ് ഈസ് നോട്ട് യുവേഴ്സ്. ദിസ് ഈസ് നോട്ട് യുവേഴ്സ്. നീ അതും ഇതും പറയാതെ കാര്യത്തിലേക്ക് വാ. എന്താണ് പറയുന്നതെന്നുള്ളത് കാര്യത്തിലേക്ക് വാ. പ്ലീസ് കം ടു ദ പോയിന്റ്. പ്ലീസ് കം ടു ദ പോയിന്റ്. പ്ലീസ് കം ടു ദ പോയിന്റ്. ഒരുപാട് ആവേശം വേണ്ട. ജോലി ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്. ജോബ് ഈസ് നോട്ട് എറ്റ് കൺഫേംഡ്. ഇപ്പം ഞാൻ ആരെങ്കിലും പറയുകയാണ് എനിക്ക് ജോലി കിട്ടുന്നുണ്ട്, അവർക്ക് സന്തോഷമാവില്ല. അപ്പം ഞങ്ങൾ ഒരുപാട് ആവേശം വേണ്ട. ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്. ജോബ് ഈസ് നോട്ട് എറ്റ് കൺഫേംഡ്. ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. ഓഫർ ലെറ്റർ കിട്ടിയില്ല. ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്. ജോബ് ഈസ് നോട്ട് എറ്റ് കൺഫേംഡ്. ഞങ്ങൾ നടക്കാൻ പോയതായിരുന്നു. വി വെൻറ്റ് ഫോർ എ വാക്ക്. വി വെൻറ്റ് ഫോർ എ വാക്ക്. വി വെൻറ്റ് ഫോർ എ വാക്ക്. അവൻ ഞങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചു. ഹി മെയ്ഡ് us laugh a lot. He made us laugh a lot. He made us laugh a lot. നീ എപ്പോഴാണ് പഠിക്കുന്നത്? വെൻ ഡു യു സ്റ്റഡി? പറയാം ഓക്കെ അവൻ രാത്രിയിലാണ് പഠിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം നീ സത്യത്തിൽ എപ്പോഴാണ് നീ പഠിക്കുന്നത്? വെൻ ഡു യു സ്റ്റഡി? വെൻ ഡു യു സ്റ്റഡി? അപ്പോൾ അവൻ എപ്പോഴാണ് പഠിക്കുന്നത്? വെൻ ഡസ് ഹി സ്റ്റഡി? വെൻ ഡസ് ഹി സ്റ്റഡി? എപ്പോഴാണ് നിൻ്റെ ഇൻ്റർവ്യൂ? വെൻ ഈസ് യുവർ ഇൻ്റർവ്യൂ? വെൻ ഈസ് യുവർ ഇൻ്റർവ്യൂ? വെൻ ഈസ് യുവർ ഇൻ്റർവ്യൂ? അത്താഴത്തിന് എന്തായിരുന്നു കഴിച്ചത്? വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ഡിന്നർ? വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ഡിന്നർ? വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ഡിന്നർ? എങ്കിൽ പിന്നെ ആരാണത് പൊട്ടിച്ചത്? ദെൻ ഹൂ ബ്രോക്ക് ഇറ്റ്? അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് പൊട്ടിച്ചത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ? ദെൻ ഹൂ ബ്രോക്ക് ഇറ്റ്? ദെൻ ഹൂ ബ്രോക്ക് ഇറ്റ്? വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ? എനി അതർ ഇഷ്യൂസ്? എനി അതർ ഇഷ്യൂസ്? എനി അതർ ഇഷ്യൂസ്? ഞാൻ എൻ്റെ കാർ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യട്ടെ. ക്യാൻ ഐ പാർക്ക് മൈ കാർ ഹിയർ? Can I park my car here? Can I park my car here? ഇത് നിൻ്റെ കാർ അല്ലേ? Is this car not yours? Is this car not yours? Is this car not yours? ഇതാണ് എൻ്റെ വിലാസം. Here is my address. Here is my address. Here is my address. എന്നാൽ ഞാൻ പൊക്കോട്ടെ. Shall I leave now? Shall I leave now? Shall I leave now? അതിനെപ്പറ്റി എനിക്കറിയാം. I know about that. I know about that. I know about that. നിനക്ക് വളർത്തു മൃഗങ്ങൾ വല്ലതും ഉണ്ടോ? നമ്മൾ ഓമനയായിട്ട് വളർത്തുന്ന ചില പൂച്ച, അങ്ങനത്തെ പട്ടിയൊക്കെയില്ല, അങ്ങനത്തെ വളർത്തു മൃഗങ്ങൾ വല്ലതും ഉണ്ടോ? ഡു യു ഹാവ് എ പെറ്റ്? ഡു യു ഹാവ് എ പെറ്റ്? ഡു യു ഹാവ് എ പെറ്റ്? എനിക്ക് തന്നെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. യെസ് ഐ ഗോട്ട് യുവർ മെസ്സേജ്. യെസ് ഐ ഗോട്ട് യുവർ മെസ്സേജ്. യെസ് ഐ ഗോട്ട് യുവർ മെസ്സേജ്. അതാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് വാട്ട് ഐ ടോൾഡ്. ദാറ്റ് ഈസ് വാട്ട് ഐ ടോൾഡ്. ദാറ്റ് ഈസ് വാട്ട് ഐ ടോൾഡ്. അവൻ എത്ര രൂപ വാങ്ങിക്കും? അല്ലെങ്കിൽ എത്ര രൂപ അവൻ ചാർജ് ചെയ്യും ഒരു ദിവസത്തെ പണിക്ക്? വാട്ട് ഡസ് ഹി ടേക്ക് പെർ ഡേ? അല്ലെങ്കിൽ വാട്ട് ഡസ് ഹി ചാർജ് പെർ ഡേ? വാട്ട് ഡസ് ഹി ടേക്ക് പെർ ഡേ? വാട്ട് ഡസ് ഹി ടേക്ക് പെർ ഡേ? അത് കുറച്ച് അകലെയാണ്. ഇറ്റ്സ് ഫാർ ഫ്രം ഹിയർ. ഇറ്റ്സ് ഫാർ ഫ്രം ഹിയർ. ഇറ്റ്സ് ഫാർ ഫ്രം ഹിയർ. നീ നിൻ്റെ ജോലി തീർത്തോ? ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്? ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്? ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്? ഈ ഉടുപ്പ് മാറ്റി. ഇതിനിവിടെ കീറലുണ്ട്. പ്ലീസ് ചേഞ്ച് ദിസ് ഷർട്ട്. ഇറ്റ്സ് ഡോൺ. Please change this shirt. It's torn. Please change this shirt. It's torn. നിൻ്റെ മകനെ കണ്ടാൽ നിന്നെപ്പോലെ തന്നെയാണ്. Your son looks like you. Your son looks like you. Your son looks like you. അവൻ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കും. ഞാൻ എന്നാ പറഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ. എനിക്ക് ഉറപ്പാണ്. He always stands by me. He always stands by me. He always stands by me. ഇനി നിൻ്റെ കൂടെ. Your turn. Your turn. Your turn. നിൻ്റെ ഇഷ്ടം പോലെ. ഇറ്റ്സ് ഓൾ അപ് ടു യു. ഇറ്റ്സ് ഓൾ അപ് ടു യു. ഇറ്റ്സ് ഓൾ അപ് ടു യു. നിൻ്റെ അഴുക്ക സ്വഭാവമൊക്കെ നിർത്തണം കേട്ടോ. യു ഷുഡ് ഗീവ് അപ്പ് യുവർ ബാഡ് ഹാബിറ്റ്സ്. യു ഷുഡ് ഗീവ് അപ്പ് യുവർ ബാഡ് ഹാബിറ്റ്സ്. യു ഷുഡ് ഗീവ് അപ്പ് യുവർ ബാഡ് ഹാബിറ്റ്സ്. നീ മുടി വെട്ടിയോ? ഹാവ് യു ഗോട്ട് എ ഹെയർ കട്ട്? ഹാവ് യു ഗോട്ട് എ ഹെയർ കട്ട്? ഹാവ് യു ഗോട്ട് എ ഹെയർ കട്ട്? ഷൂസിൻ്റെ വള്ളി കേട്ടോ. പ്ലീസ് ടൈ യുവർ ലേസസ്. അല്ലെങ്കിൽ പ്ലീസ് ടൈ യുവർ ഷൂ ലേസസ്. പ്ലീസ് ടൈ യുവർ ഷൂ ലേസസ്. നീ എപ്പോഴാണ് നീ ഉറങ്ങിയത്? വെൻ ഡിഡ് യു സ്ലീപ്പ്? വെൻ ഡിഡ് യു സ്ലീപ്പ്? വെൻ ഡിഡ് യു സ്ലീപ്പ്? ഞാൻ പോകാൻ തീരുമാനിച്ചു. ഐ ഹാവ് ഡിസൈഡഡ് ടു ഗോ. ഐ ഹാവ് ഡിസൈഡഡ് ടു ഗോ. ഐ ഹാവ് ഡിസൈഡഡ് ടു ഗോ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞാൻ പോവുകയാണ്. നാളെ മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഒരു സെൻറ്റൻസുകളും കമൻറ്റിൽ എഴുതുക. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.